ഹായ് ഹലോ ഇന്ന് നമുക്കൊരു മട്ടൻ ചോപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം മട്ടൻ വേവിക്കേണ്ടതുണ്ട്. 1 കിലോ മട്ടനാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ആദ്യം കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് എന്നിവയെല്ലാം ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം. മട്ടനിൽ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊക്കെ ആകുമ്പോഴേക്കും എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് പച്ചമല്ലി, 1 പട്ട, 5 ഏലക്കായ, പിന്നെ 1/4 ടീസ്പൂണ് ഉലുവ, 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത്, ഇവയെല്ലാം ചേർത്ത് നന്നായി വറുത്ത് നമുക്ക് കോരി മാറ്റിയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു അരപ്പ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2 സവാള നന്നായി വഴറ്റിയെടുക്കണം. അങ്ങനെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ 2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റണം. സവാള നന്നായി വഴന്ന് പച്ചമുളകൊക്കെ മാറി വരണം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കുറച്ച് ഉപ്പിട്ട് മൂടി വെച്ച് വേവിക്കാം. നന്നായി സവാള വഴന്നിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ. കുറച്ച് ക്ഷമിച്ചിട്ട് തന്നെ സവാള നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം കേട്ടോ. ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. അതിനുശേഷം 1.5 തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ച് എടുത്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. നമ്മളിതിൽ കാണുന്ന പോലെ പെട്ടെന്നൊന്നും ആവില്ല. നന്നായി വഴറ്റി കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ കറിയുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിന് പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മട്ടനിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇനി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു കപ്പ് വെള്ളം ചൂടുവെള്ളമൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി കുറച്ച് കറിയൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ഇട്ടിട്ട് ഒന്ന് അടച്ച് മൂടി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.